ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത എത്തുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നു. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി മരവിപ്പിച്ച സാഹചര്യം ഉണ്ടായത് എന്ന് വിശദാംശങ്ങൾ ബിലു നൽകും. ബിലു, ഏത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? കാന്തപുരം അടക്കമുള്ളവർ അവിടുത്തെ മതപണ്ഡിതരുമായി നടത്തിയ ചർച്ചയുടെ ഫലമായാണോ ഇത്തരത്തിൽ ഒരു ശിക്ഷ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? രജനീഷ്, ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ഒരു വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഇന്ന് രാത്രിയോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്, ഇത്തരം ഉത്തരവ്. അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലാണ് ഇത്തരത്തിൽ ഈ ഒരു തീരുമാനം ഇപ്പോൾ പുറത്തറിയിച്ചിരിക്കുന്നത്. ജൂൺ 16-നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ളത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിമിഷപ്രിയയുടെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഉൾപ്പെടെ വളരെ ആശങ്കയിലായിരുന്നു. കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മൗലവിയുടെ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അബൂബക്കർ മൗലവി ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായിട്ടും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായിട്ടും യമൻ സർക്കാരുമായും ഒക്കെ തന്നെ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ വലിയ നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ വളരെയധികം വേദനയോടുകൂടി തന്നെയായിരുന്നു ഒരു യുവതി, മലയാളി യുവതി, പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായിട്ടുള്ള മലയാളി യുവതിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് കേരളം അങ്ങേയറ്റം വിഷമത്തോടെ കാത്തിരുന്നു. ഇതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ സൗദിയിൽ ഒരു യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നടപ്പിലാക്കിയപ്പോൾ വലിയ സംഘടനകൾ, വ്യവസായിയായിട്ടുള്ള ബോച്ചി ഉൾപ്പെടെയുള്ള വലിയ സംഘടനകൾ ഒരുപാട് രൂപ കളക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ മനസ്സുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിൽ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്കൊക്കെ എത്തിക്കൊണ്ട് ഇത്തരം കേസുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നിർണായകമായ ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം നമ്മുടെ നാട്ടുകാരും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ബോച്ചയുടെ വലിയ രീതിയിലുള്ള സാമീപ്യം ഉണ്ടായിരുന്നു. അതേ രീതിയിൽ സമാനമായ രീതിയിലും ഈ കേസിലും അല്ലെങ്കിൽ നിമിഷപ്രിയയെ പുറത്തിറക്കാനുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ മനുഷ്യർ ചേർന്ന് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ വലിയ നിർണായകമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുകയില്ല. യമനിൽ തന്നെ ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കുമെന്നൊരു സാഹചര്യമായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ കാന്തപുരത്തിന്റെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ വധശിക്ഷയിൽ നിന്നും ഒരു മരവിപ്പുണ്ടായിരിക്കുന്നത്. ഏതായാലും കാന്തപുരവും അതോടൊപ്പം തന്നെ അവിടുത്തെ യമൻ സർക്കാരുമായി നടത്തിയ നിർണായകമായിട്ടുള്ള ചില ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസ വാർത്ത ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായിട്ടുള്ള നിമിഷപ്രിയ ജൂൺ 16-നാണ് ഈ വധശിക്ഷ നടപ്പിലാക്കാനിരുന്നത്. 2012-ൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം യമനിലേക്ക് മാറിയ നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഈ തലാലുമായി പരിചയമുണ്ടാകുന്നതും പിന്നീട് വിവാഹം വ്യാജമായി രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നതും അതോടൊപ്പം ഈ വിവാഹത്തെ തുടർന്ന് അദ്ദേഹം മാനസികമായും ശാരീരികവുമായും നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് നിമിഷപ്രിയയ്ക്ക് ഇത്തരത്തിലൊരു കടുംകൈ ചെയ്യേണ്ടി വന്നതും. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ വിഷയത്തിൽ ജയിലിൽ കഴിയുകയായിരുന്ന നിമിഷപ്രിയയ്ക്ക് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതായാലും ശിക്ഷാവിധി മരവിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്.